ഹായ് ഓൾ, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്ന എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറയുന്ന മെയിനായിട്ട് വരുന്ന പ്രൊജക്ട് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കോൺട്രാക്ട് അപ്പോയിൻമെൻ്റ് ആണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഉണ്ടാകണം. ഈ ആദ്യം പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലാണ്. മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏകദേശം സീറ്റ്സ് വന്നിരിക്കുന്ന ടോട്ടൽ 26 സീറ്റ്സുകളുമാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടാമത് വന്നിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ 16 സീറ്റ്സാണ്. അതിന് വേണ്ടത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മാസ്റ്റർ ഡിഗ്രിയോ PhDയോ അല്ലെങ്കിൽ ഗേറ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ എന്തുണ്ടാവും, ഈ പറഞ്ഞു വന്ന ചാൻസസ് ഉണ്ട് കിട്ടാനായിട്ട്. 3 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. മുകളിലും അത് തന്നെയാണ് ഉണ്ടാകും. ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. അതിനും ഫസ്റ്റ് ക്ലാസ് തന്നെയാണ് ഡിഗ്രി പറയുന്നത്. PhDയോ ഗേറ്റ് വാലിഡിറ്റിയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട്. 15 സീറ്റാണുള്ളത്. അതേപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 33 സീറ്റ്സ് ഉണ്ട്. മാസ്റ്റർ ഡിഗ്രിയോ PhDയോ ഗേറ്റ് സ്കോറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് എക്സ്ട്രാ ഇതുണ്ട്. എന്തായിരുന്നാലും എന്തുണ്ടാകണം, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് പറയാനുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നമ്മൾ പറഞ്ഞു, മെറ്റൽ എനർജി, ഇതിലും എല്ലാം ഇതേ പോസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇനിയും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എലിജിബിലിറ്റി റിക്രൂട്ട്മെന്റ് പറയുന്നത് 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്വാളിഫിക്കേഷൻ, 1 ഇയർ വെയിറ്റേജ്, ഡോക്ടറൽ ഡിഗ്രി തിയറി വെയിറ്റേജ്. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ റെന്യൂമറേഷൻ പറയുന്നുണ്ട് താഴെ. നമ്മൾ പറയുകയാണെങ്കിൽ 90,789 ആണ് പ്രൊജക്ട് സയൻറ്റിസ്റ്റ് B ആയിട്ട് എടുക്കുകയാണെങ്കിൽ. പ്രൊജക്ട് C ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1,08,000 ആണ്. ഏജ് ലിമിറ്റ് 40 എക്സൈഡ് ആകാൻ പാടില്ല പ്രൊജക്ട് സിയിൽ. പ്രൊജക്ട് B ആണെങ്കിൽ നോട്ട് എക്സീഡിങ് 35 ഇയേഴ്സ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞു വന്ന സ്ക്രീനിങ് ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ്, അതിൻ്റെ അത് മെയിനായിട്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഇൻ്റർവ്യൂ എല്ലാം ഉണ്ട്. ടെക്നിക്കൽ സ്ക്രീനിങ് കമ്മിറ്റി മീറ്റിംഗ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സ്പെർട്ട്, ISRO, ബാർക്ക്, DRDOയുടെ ഈ പറഞ്ഞു വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഈ പറയുന്ന സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് ഫൈനൽ പേഴ്സണൽ ഇൻ്റർവ്യൂവിലാണ് ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 20th April 2025. അപ്പം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് വേണ്ട അലവൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ നോക്കിയാൽ മതിയാവും നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾ കളയാതിരിക്കുക. ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്ന 2 പോസ്റ്റിലേക്കാണ് നമുക്കറിയാം. ഒന്ന് ഈ പറഞ്ഞ പ്രൊജക്ട് സി സയൻറ്റിസ്റ്റിൽ അവിടെ ഒരു കാര്യമുണ്ട്, മിനിമം 3 years എക്സ്പീരിയൻസ് കൂടെ എസെൻഷ്യൽ ആയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി മാത്രം പോരാ. അതിനാണ് 1,08,000 സാലറി പറഞ്ഞത്. അതിലും ഇലക്ട്രോണിക്സിൽ കമ്പ്യൂട്ടർ സയൻസിൽ 5 ആണെങ്കിൽ ഇലക്ട്രോണിക്സിൽ 6 പേരുണ്ട്. അതേപോലെ തന്നെ താഴോട്ട് വരികയാണെങ്കിൽ ഇലക്ട്രിക്കലിൽ 4 പേർക്കാണ് ഓപ്ഷൻ ഉള്ളത്. ബാക്കി ഇപ്പുറത്ത് പറയുകയാണെങ്കിൽ മെക്കാനിക്കലും എല്ലാം അതുപോലെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെയും എസെൻഷ്യലാണ് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ എനിവേ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. ഈ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ വാലിഡ് ഗേറ്റ് സ്കോറിൻ്റെ ഒരു ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, എനിവേ ഇത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കാണുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.